ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർണമായ മനഃശാസ്ത്രവും ആരോഗ്യ വിഷയങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇക്കാലത്ത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൈറോയിഡ്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കഴുത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ്. പക്ഷേ ഇതിന്റെ സ്വാധീനം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലരിൽ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കാൻ പോലും ഇതിന് കഴിയും. അതുകൊണ്ടാണ് തൈറോയിഡ് പ്രശ്നം ചികിത്സിക്കുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ശ്രദ്ധിക്കുന്നത് പ്രധാനമാകുന്നത്. തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിന്റെ സ്പീഡ് കൺട്രോളർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ശരീരത്തിന്റെ മെയിൻ സ്വിച്ച് പോലെ. ഇത് ശരിയായി പ്രവർത്തിച്ചാൽ പല സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കും. തൈറോയിഡ് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, രണ്ട് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. എപ്പോഴും ക്ഷീണം, ഭാരം കൂടുക, തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുക, മുടി കൊഴിയുക, മലബന്ധം, വരണ്ട ചർമ്മം, വിഷാദം പോലുള്ള അവസ്ഥ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ: ഹൃദയമിടിപ്പ് കൂടുക, ശരീരഭാരം കുറയുക, അമിത വിയർപ്പ്, കൈവിറയൽ, ഉറക്കക്കുറവ്, ഉത്കണ്ഠ എന്നിവ ഉണ്ടാകുന്നു. ഇനി നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ കാരണം തൈറോയിഡ് വരാം. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധ സംവിധാനമുണ്ട്. ഈ സിസ്റ്റത്തെ ഒരു സൈന്യം പോലെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കയറുന്ന ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ ശത്രുക്കളെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പണി. പക്ഷേ തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ കാരണം ഈ സിസ്റ്റത്തിന് തെറ്റുപറ്റുന്നു. അപ്പോൾ അത് സ്വന്തം ശരീരഭാഗത്തെ തന്നെ ശത്രുവായി ആക്രമിക്കുന്നു. അപ്പോഴും ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട്, കുടുംബ പാരമ്പര്യം ഇതിനൊരു കാരണമാണ്. ചില മരുന്നുകൾ, ഗർഭകാലത്ത് ചിലർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അയോഡിന്റെ കുറവോ അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ അധികമോ ആവുക. ഇനി ഇതിന്റെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഹൈപ്പോ തൈറോയിഡിസത്തിന് ഹോർമോൺ മരുന്ന് നൽകാറുണ്ട്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണം അനുസരിച്ച് മരുന്നുകൾ നൽകും. ചിലപ്പോൾ മറ്റു ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. ഫ്രണ്ട്സ്, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് നിർത്തുകയോ ഡോസ് മാറ്റുകയോ ചെയ്യരുത്. ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ: സമീകൃത ആഹാരം കഴിക്കുക, അയോഡൈസ് ഉപ്പ് ഉപയോഗിക്കുക. ഒരു പരിധിവരെ ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്യാൻ ഇതിന് പറ്റും. നല്ല ഉറക്കം ഉറപ്പാക്കുക. മരുന്ന് കഴിക്കുമ്പോൾ അത് ഡോക്ടർ പറഞ്ഞ രീതിയിൽ കഴിക്കുകയും ഫോളോ അപ്പ് പരിശോധനകൾ നടത്തുകയും ചെയ്യുക. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, തൈറോയിഡ് ഒരിക്കലും മാറില്ല എന്ന്. അത് തെറ്റാണ് കേട്ടോ. ശരിയായ ചികിത്സയും ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തിയാൽ ഈ രോഗത്തെ നിയന്ത്രിച്ച് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവങ്ങൾക്ക് പോലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. തൈറോയിഡ് അത്തരമുള്ള ഒരു ഗ്രന്ഥിയാണ്. ലക്ഷണങ്ങൾ അവഗണിക്കാതെ ആവശ്യമായപ്പോൾ ഡോക്ടർമാരെ കാണുകയും പരിശോധന നടത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണ് ഇത്. തൈറോയ്ഡ് ഹോർമോൺ ശരിയായ അളവിലല്ലെങ്കിൽ തലച്ചോറിലെ പല പ്രവർത്തനങ്ങളും തകരാറിലാക്കും. അതുവഴി നമുക്ക് പല മാനസിക ലക്ഷണങ്ങൾക്കും കാരണമാകാറുണ്ട്. ചിലപ്പോൾ അത് കൂടുതലായി പ്രകടമാക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണം തൈറോയിഡ് ആണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ശരീരവും മനസ്സും ഓരോ ദിവസവും നമ്മളോട് പല രഹസ്യങ്ങളും പറയുന്നുണ്ട്. ആ രഹസ്യങ്ങളെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് മീ സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.